കാസർഗോഡ് ജില്ലയിലെ മലയോര മേഖലയിൽ വ്യാപക നാശനഷ്ടം. കിനാനൂർ, കരിന്തളം, കരിമൂലയിൽ 100ഓളം വാഴകൾ നശിച്ചു. ശക്തമായ മഴയിൽ കിണർ ഇടിഞ്ഞു. പനത്തടി റാണിപുരം റോഡിൽ മരം കടപുഴകി വീണ് മണിക്കൂറുകളോളം ഗതാഗതം തടസ്സപ്പെട്ടു. സാരംഗ് ചേരുന്നുണ്ട് വിവരങ്ങളുമായി. സാരംഗ്, മഴയിൽ കനത്ത നാശനഷ്ടമാണ് ജില്ലയിൽ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. ഇപ്പോൾ മഴയുടെ സാഹചര്യം എങ്ങനെയാണ്? ഇപ്പോഴും ശക്തമായ മഴ തുടരുകയാണോ? സന്ധ്യ, ഇപ്പോഴും ഇടവിട്ട് ശക്തമായ മഴ തന്നെയാണ് കാസർഗോഡിന്റെ മലയോര മേഖലകളിൽ പെയ്തുകൊണ്ടിരിക്കുന്നത്. ഇതിൽ വലിയ തോതിലുള്ള കൃഷിനാശം ഉണ്ടാവുന്നു എന്നത് തന്നെയാണ് ഏറ്റവും സങ്കടകരമായ ഒരു കാര്യം. കിനാനൂർ, കരിന്തളം, കാരിമൂലയിൽ 100ഓളം വാഴകളാണ് നശിച്ചത്. അത് വിളവെടുക്കാനായ നേന്ത്രവാഴകളാണ് നശിച്ചത്. ചായത്ത് സ്വദേശി തോമസിന്റെ തോട്ടത്തിലാണ് എത്രത്തോളം വലിയൊരു നാശനഷ്ടം ഉണ്ടാവുന്നത്. പിന്നീട് പെരുമ്പട്ട മുള്ളിക്കാട് സ്വദേശിയായ ഷെരീഫിന്റെ വീട്ടിലെ കിണർ ഇടിഞ്ഞു താഴുന്ന ഒരു അവസ്ഥയുണ്ടായി. അതുപോലെ ചീമേനി ഓടക്കല്ലി റോഡിൽ വൈദ്യുത പോസ്റ്റിന് മുകളിലേക്ക് മരം വീണ് ചീമേനി ഭാഗത്തേക്ക് ഉള്ള വൈദ്യുതി ബന്ധം മണിക്കൂറുകളോളം നഷ്ടപ്പെടുന്ന ഒരു സാഹചര്യവും ഉണ്ടായിരുന്നു. പിന്നീട് കാസർഗോട്ടെ തന്നെ പ്രധാനപ്പെട്ട ഒരു ടൂറിസം മേഖല കൂടിയാണ് റാണിപുരം എന്നത്. റാണിപുരത്ത് നിന്നും പനത്തടിയിലേക്ക് പോകുന്ന റോഡിലേക്ക് തണൽമരം വീണ് വലിയ തോതിൽ ഗതാഗതം മുടങ്ങുന്ന ഒരു അവസ്ഥയുണ്ടായി. പിന്നീട് നാട്ടുകാർ എല്ലാവരും ചേർന്നാണ് പിന്നീട് മരം പല കഷ്ണങ്ങളാക്കി മുറിച്ചു മാറ്റിയതിനു ശേഷമാണ് ആ റോഡിലുള്ള ഗതാഗതം പുനഃസ്ഥാപിക്കാനായത്. ശരി സാരംഗ്, അങ്ങനെ വ്യാപകമായ നാശനഷ്ടമാണ് കാസർഗോഡ് ജില്ലയിൽ റിപ്പോർട്ട് ചെയ്യുന്നത്.